ഹലോ ഫ്രണ്ട്സ്, പേഴ്സണൽ ലോൺ അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എയർടെലാണ്. അതായത് എയർടെൽ താങ്ക്സ് എന്ന് പറയുന്ന അവരുടെ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ തുക കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലെൻഡേഴ്സ് വഴി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് ലോൺ എടുക്കാവുന്നതാണ്. വിശ്വസിക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതിൻ്റെ എലിജിബിലിറ്റി, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെ അപ്ലൈ ചെയ്യണം ഈ 2025 എന്നൊക്കെ കവർ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലോണ് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ എടുക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കാം. അതിനുമുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം 9 ലക്ഷം രൂപ വരെയാണ്, അപ് ടു 9 ലാക്ക് രൂപ വരെയാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ തുക കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കാം. അപ്പോൾ നമുക്ക് പാൻ കാർഡ് വേണം, അതായത് നമുക്കൊരു പാൻ കാർഡ് നമ്പർ ഉണ്ടായിരിക്കണം. കൂടാതെ ആധാർ കാർഡ് വേണം, അതായത് ആധാർ കാർഡ് നമ്പർ വേണം. അതുപോലെ KYC ഡോക്യുമെൻറ്റ്സ്, നമുക്ക് വല്ല പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ID അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ വേണം. കൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ സാലറി സ്ലിപ്പ്, ലാസ്റ്റ് 3 മാസത്തെ സാലറി സ്ലിപ്പ്, പിന്നെ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സെൽഫി അപ്ലോഡ് ചെയ്യണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വേണം. നമ്മളൊരു സാലറീഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ഇവരുടെ ലെൻഡേഴ്സ് എന്ന് പറയുമ്പം മണി വ്യൂ ഉണ്ട്, അതുപോലെ ബജാജ് ഫിനാൻസ്, ക്രെഡിറ്റ് സൈസൺ ഇന്ത്യ, ഫൈബ്, DMI ഫിനാൻസ്, ക്രെഡിറ്റ് പി, ഇങ്ങനെ നിരവധി ലെൻഡേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ എയർടെൽ ഫിനാൻസ്. എനിക്കൊരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രിറ്റേരിയ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഏജ് ലിമിറ്റ് നമ്മൾ 18 വയസ്സോ അതിന് മേലെ ഉള്ളൊരു വ്യക്തി ആയിരിക്കണം. കൂടാതെ നമുക്ക് സ്റ്റേബിളായിട്ടൊരു ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് സാലറിയുടെ അല്ലെങ്കിൽ വല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത് നമുക്കൊരു നല്ലൊരു ക്രെഡിറ്റ് സ്കോർ, ഒരു 650നും 700 ഇടയിലുള്ള ക്രെഡിറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെ അപ്ലൈ ചെയ്യണം നോക്കാം. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 50,000 രൂപയുടെ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് 10,000 രൂപ മുതൽ 50,000 രൂപ എത്ര വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതിൻ്റെ EMI ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 970 രൂപ പെർ മന്ത് 12 മാസത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ എയർടെൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു ലോഗിൻ ചെയ്യുമ്പോൾ ഒരു OTP കാര്യങ്ങളൊക്കെ വരും. ആ ഒരു OTP കാര്യങ്ങളൊക്കെ എയർടെൽ ആപ്പിൽ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതാണ്. അതിന് ശേഷം പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഒന്ന് ഓക്കെ കൊടുക്കുക. ഗൈസ്, താഴെയായിട്ട് നിങ്ങൾക്ക് എയർടെൽ ഫിനാൻസ് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം. ആ ഒരു സെക്ഷനിൽ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ലോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ രണ്ടാമതായിട്ട് കാണാം ഇൻസ്റ്റൻറ്റ് ലോൺ. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എയർടെൽ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒന്ന് ലോഡാവുന്നതായിരിക്കും. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം ജസ്റ്റ് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ് ടു 9 ലാക്ക് വരെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 10,000 രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടതെന്നുള്ളതിൽ ആ ഒരു സാധനം സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ആ താഴെ കാണുന്ന ആ ചെക്ക് ബോക്സ് രണ്ടും ഒന്ന് ടിക്കിട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അപ്ലൈ നൗ എന്ന് പറയുന്ന അതിന് താഴെയായിട്ട് കാണുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ആദ്യം തന്നെ നമ്മുടെ പേര്, പാൻ കാർഡിലുള്ള നെയിം അതുപോലെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ മാസ വരുമാനം എത്രയാണ്, അതുപോലെ പാൻ കാർഡ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ സാലറി കൊടുക്കുക, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് കൊടുക്കുക. പിന്നെ നമുക്ക് സാലറി ഏത് ത്രൂ ആണ് ക്രെഡിറ്റ് ആവുന്നത്, അതായത് ബാങ്ക് ത്രൂ ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ, അത് ഏതാണെന്നുള്ളതൊക്കെ അതിലൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്നൊരു സബ്മിറ്റ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നതാണ്. എനിക്കിവിടെ 50,000 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10,000 രൂപ മുതൽ 50,000 രൂപ എത്ര വേണമെങ്കിൽ ലോൺ എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ 50,000 രൂപയാകുമ്പോൾ 12 മാസത്തേക്കാണെങ്കിൽ 4,850 പെർ മന്ത് വരും. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന താഴെ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എത്രയാണ് ടെന്യൂർ വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. 970 പെർ മന്ത്, അതായത് 10,000 രൂപയ്ക്കാണെങ്കിൽ 970 രൂപയാണ് ഒരു മാസം EMI ആയിട്ട് വരിക. ഇനി ഒരു 9 മാസത്തേക്കാണെങ്കിൽ 1,250 രൂപ, 6 മാസത്തേക്കാണെങ്കിൽ 1,810 രൂപ എന്നുള്ള കണക്കുകളൊക്കെയാണ് EMI ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് 10,000 ആണ് വേണ്ടതെങ്കിൽ നമ്മൾ 10,000 സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്രയാണ്
എങ്ങനെയാണ് EMI കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, എത്ര മാസത്തേക്കാണ് വേണ്ടതെന്നൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ. അതിന് മുമ്പ് എനിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ലെൻഡിങ് പാർട്ണർ എന്ന് പറയുന്നത് DMI ഫിനാൻസ് ആണ്. DMI ഫിനാൻസ് ആണ് എനിക്ക് ഈ ഒരു 50,000 രൂപ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ലോണാണ്, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും, അതൊരു ടൈം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഏത് കമ്പനിയിലാണ്, നമ്മളുടെ ഡെസിഗ്നേഷൻ എന്താണ്, അതുപോലെ കമ്പനി അഡ്രസ്സ് കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. നമ്മുടെ കമ്പനീൻ്റെ ഓഫീസ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ KYC വെരിഫിക്കേഷനാണ്. അപ്പോൾ നമുക്കൊരു OTP കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ 16 ഡിജിറ്റ് ആധാർ നമ്പർ എൻ്റർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആധാർ നമ്പറിൻ്റെ ഭാഗത്ത് നമ്മുടെ 12 ഡിജിറ്റ് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കാണും, അതും ഫില്ല് ചെയ്ത് ഒരു OTP നമുക്ക് വരുന്നതായിരിക്കും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിജി ലോക്കർ വഴിയാണ് പോകുന്നത്. ഡിജി ലോക്കറിന് പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റർ ചെയ്യുക. പിന്നെ ഓർമ്മയില്ലാത്തവരാണെങ്കിൽ ഫോർഗോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും, ആ കാര്യങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ലോഡാവും, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫെച്ച് ചെയ്തൊരു ടൈം എടുക്കും. ആ ഒരു ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ KYC ഡാറ്റ കാര്യങ്ങളൊക്കെ പ്രോസസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ടൈം എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം വരെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്ന് പറയുന്ന താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു 5 സെക്കൻഡ്സ്. അപ്പോൾ ആ ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ ജസ്റ്റ് വീണ്ടും ഒന്ന് ലോഡാവുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഒരു ഫോട്ടോ ആയിരിക്കും, നമ്മുടെ സെൽഫിയാണ്. നമുക്കത് ത്രൂ തന്നെ നമുക്ക് സെൽഫി ക്യാമറ ത്രൂ എടുത്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ടേക്ക് എ ഫോട്ടോ എന്ന് പറയുന്ന താഴെ കാണുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് വിസിബിൾ ആയിരിക്കണം, നല്ല ക്ലിയർ ഉള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കണം, അതുപോലെ ഡാർക്ക് പേസിന് എടുക്കരുത് നോക്കേണ്ട, അത് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചോദിക്കും. കറണ്ട് അഡ്രസ്സ് തന്നെയാണോ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ കറണ്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം അതുകൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ KYC ഡീറ്റെയിൽസ് നമ്മുടെ ലെൻഡിങ് പാർട്ണർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു ടൈം ഒന്ന് ലോഡാവുന്നത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇവിടെ ലോഡാവുന്നുണ്ട്, നമുക്കതൊരൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ലോഡിങ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് ആ എമൗണ്ട് എത്രയാണ് അപ്രൂവ് ആയുള്ളത് ആ ഒരു എമൗണ്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു തുകയൊക്കെ ലോണായി ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വിശ്വസിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ എയർടെൽ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് പേ, അതുപോലെ DMI ഫിനാൻസ്, അങ്ങനെ നിരവധി ഫേമസ് ആയിട്ടുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള വിശ്വസിക്കാവുന്ന ലെൻഡേഴ്സാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.